നമസ്കാരം. ഈ അന്തം കമ്മികളുടെ പ്രധാന ആയുധം കുപ്രചരണം നടത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്ന് വെല്ലുവിളിക്കുക. സമൂഹ മാധ്യമങ്ങളിലൊക്കെ പാണ്ഡ്യാലമുക്ക് സ്വദേശി വിജയനെയും മറ്റ് CPM നേതാക്കളെയും ഒക്കെ വിമർശിക്കുന്ന, അവരുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെയൊക്കെ മുഖമില്ലാത്ത പ്രൊഫൈൽ ലോക്ക് ചെയ്തു വെച്ച ചില അന്തം കമ്മികൾ വന്ന് അതിരൂക്ഷമായ ഭാഷയിലാണ് അശ്ലീലം പറയുന്നതും തെറി വിളിക്കുന്നതുമൊക്കെ. അത് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് വിവരവും വെള്ളിയാഴ്ചയും ഒന്നുമില്ലാത്ത ഒരു മൂന്നാം കിടയിൽ താഴെയുള്ള ഒരു അന്തം കമ്മിയാണെന്ന്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് കുപ്രസിദ്ധമായ, ചരിത്രത്തിൽ ഇടം പിടിച്ച കുപ്രസിദ്ധമായ പിണറായി വധശ്രമ കേസ് ഉണ്ടായത്. എന്താണ് പിണറായി വധശ്രമ കേസ് എന്നുള്ള സംശയം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഉണ്ടാകും. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ഇൻഡിഗോ വിമാനത്തിൽ പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അന്ന് പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്ന EP ജയരാജനും ഗുണ്ടകളും ചേർന്ന് മർദ്ദിച്ച ഒരു സംഭവമുണ്ടായി. പക്ഷേ പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ച ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിനാണ് അന്ന് പോലീസ് കേസെടുത്തത്. കാരണം അന്ന് പോലീസിനെയാണല്ലോ പിണറായി വിജയൻ വലിയൊരു ഉപകരണമായി ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പാർട്ടിയെയും സർക്കാരിനെയും പിണറായി വിജയനെയും ഒക്കെ വിമർശിക്കുന്നവരെ ഈ പോലീസിനെ കൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു അന്ന് പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു. എന്തായാലും ഇതിനുശേഷം ഈ ചെറുപ്പക്കാരെ റിമാൻഡ് ചെയ്തു. തങ്ങളെ EP ജയരാജനും സംഘവും മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഈ 2 ചെറുപ്പക്കാർ പോലീസിനെ സമീപിച്ചു. പക്ഷേ പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇതിനുശേഷം ഇവർ കോടതിയെ സമീപിച്ചു. കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് പിന്നീട് പോലീസ് കേസെടുത്തത്. ഈ കേസിൽ പരാതിക്കാരനായ ഫർസീൻ മജീദ് 2 ദിവസം മുൻപ് തിരുവനന്തപുരത്ത് മൊഴി നൽകി. ഈ മൊഴി നൽകിയതിനു ശേഷം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഭീഷണിയാണ്, അതും വധഭീഷണിയാണ് അദ്ദേഹത്തിന് ഫോണിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണിച്ചുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി VD സതീശനെ പരാതി നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ അന്തം കമ്മികളുടെ കാര്യമാണ്. ഞാനൊക്കെ നിശിതമായി ഇപ്പോൾ ഫേസ്ബുക്കിൽ കൂടിയൊക്കെ പിണറായി വിജയനെ വിമർശിക്കുന്ന ആളാണ്. മുമ്പ് ഇത്തരത്തിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ തെറ്റുകുറ്റങ്ങളും മറ്റും ഒക്കെ പറഞ്ഞ് വിമർശിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ അതിനുശേഷം കടുത്ത ആക്രമണം, സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. പക്ഷേ ഇതൊന്നും നമ്മളെ തളർത്തിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഇപ്പോൾ ഈ തോൽവി വന്നതിന് ശേഷം, ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം അതിരൂക്ഷമായിട്ടുള്ള ഭീഷണികളാണ് ഞാൻ ഉൾപ്പെടെയുള്ള പലർക്കും വരുന്നത്. കാരണം നമ്മളത് മൈൻഡ് ചെയ്യില്ല, ഗൗരവമായി എടുക്കില്ല. പറയുന്നത് അന്തം കമ്മികളാണ്. കാരണം അവർക്ക് ഒറ്റയ്ക്ക് വന്ന് ഒരാളോട് എതിരിടാൻ ഭയമാണ്. അതുകൊണ്ടാണല്ലോ എൻ്റെയൊക്കെ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും കയറി പരിശോധിക്കാം എന്നുള്ളൊരു പ്രൊഫൈലാണ്. പക്ഷേ ഈ അന്തം കമ്മികൾ അവരുടെ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഈ പ്രൊഫൈൽ പിക്ചർ ഉണ്ടെങ്കിൽ തന്നെ അതിൽ വല്ല പൂവിൻ്റെയോ പൂമ്പാറ്റയുടെയോ പുഴുക്കളുടെയോ ഒക്കെ പടമായിരിക്കും ഇടുന്നത്. ഇതിട്ടുകൊണ്ട് മിക്കവാറും കവർ പേജ് പിണറായി വിജയൻ്റെ ആയിരിക്കും. ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് ഇവർ വന്നിട്ട് മറ്റുള്ളവരെ തെറി വിളിക്കുന്നത്. മറ്റുള്ളവരെ തെറി വിളിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ തങ്ങളുടെ വഴിക്ക് വരുമെന്നാണ് ഈ മണ്ട ശിരോമണികളുടെ വിചാരം. പിണറായി വിജയനെയും പാർട്ടിയെയും ഒക്കെ വിമർശിക്കുന്നവരെ തെറി വിളിച്ചാൽ അവരൊക്കെ തങ്ങളുടെ വഴിക്ക് വരുമെന്നാണ് ഇവരുടെ വിചാരം. അങ്ങനെ വഴിക്ക് വരുന്നവരുണ്ടാകാം. പലരും ഇത്തരം അവരുടെ അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പറയും. പക്ഷേ ഈ വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അന്തം കമ്മികൾ വന്നിട്ട് അവരെ ഇത്തരത്തിൽ തെറി വിളിക്കുമ്പോൾ അവരിൽ പലരും മാനസികമായി തളരുകയും അവരൊക്കെ അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യും. അത് ഒരു വിഭാഗം മാത്രമാണ്. പക്ഷേ ഇതിലൊന്നും തളരാത്തവരുണ്ട്. അവരെയൊന്നും ഒരിക്കലും ഭയപ്പെടുത്താൻ കഴിയില്ല. ഞാനൊക്കെ എന്തുമാത്രം ഈ തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം, ഇപ്പോൾ ഈ കഴിഞ്ഞ 1.5 മാസത്തിനു ശേഷം നിരവധി ഭീഷണികളാണ്. കൊന്നുകളയും, വീട്ടിൽ വന്ന് കയ്യും കാലും വെട്ടിക്കളയും എന്നൊക്കെയാണ് പലരും ഭീഷണിപ്പെടുന്നത്, മെസ്സഞ്ചറിലൂടെയും മറ്റും ഭീഷണിപ്പെടുന്നത്. പക്ഷേ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട് നമ്മൾ ഭയപ്പെടില്ല. കാരണം പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അന്തം കമ്മികളാണ്. ഇവന്മാർക്ക് ഒറ്റയ്ക്ക് വരാൻ ഭയമാണ്. കൂട്ടത്തോടു കൂടി ഇതുപോലെ നമ്മൾ റോഡിൽ പോകുമ്പോൾ തെരുവ് പട്ടികൾ കൂട്ടത്തോടു കൂടി കുരച്ച് ചാടുന്നത് പോലെ ചാടി വരാനല്ലാതെ ഇവർക്ക് ഒറ്റയ്ക്ക് വരാനുള്ള തൻ്റെ ഇടവും ആർക്കുമില്ല. അപ്പോൾ എന്തായാലും ഇവരൊരു തിരുത്തൽ, ഈ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് പോലും ഇവരൊരു തിരുത്തൽ വരുത്തുമെന്ന് നമ്മളെല്ലാവരും കരുതി. പക്ഷെ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ഇവരുടെ ആ ഒരു ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല എന്നൊരു ചൊല്ല് ഉള്ളതുപോലെ ഇവരൊക്കെ വീണ്ടും പഴയതിൻ്റെ അപ്പുറത്തെ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അത്രയ്ക്കാണ് ആൾക്കാരെ ഒക്കെ തെറി വിളിക്കുന്നത്. അത് സാധാരണക്കാരായ ജനങ്ങളെ മാത്രമല്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ. നമുക്കറിയാം, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അയാളെ വിമർശിച്ച, അല്ലെങ്കിൽ അയാളെ ചെറിയ രീതിയിൽ ട്രോളിയവർക്കൊക്കെ പല രീതിയിലുള്ള പോലീസ് കേസുകളുണ്ടായി. സർക്കാർ സർവീസിലിരുന്ന പലരെയും സസ്പെൻഡ് ചെയ്തു, നടപടിയെടുത്തു, കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയുണ്ടായി. പലയിടങ്ങളിലും പലർക്കെതിരെയും കേസെടുത്തു. അപ്പോൾ പിണറായി വിജയൻ എന്തുമാകാം, മറ്റുള്ളവർക്കത് ആകാൻ പാടില്ല. ഇപ്പോൾ VD സതീശനെയൊക്കെ എത്ര മോശമായിട്ടാണ് ഈ സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ അധിക്ഷേപിക്കുന്നത് എന്ന് സമൂഹ മാധ്യമം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും.
അപ്പോൾ എന്തായാലും ഈ ഫർസീൻ മജീദ് ഭയക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം പറയുന്നത് അന്തം കമ്മികളാണ്, അത് ചെയ്യാനുള്ളവൻ നേരെ വന്ന് ചെയ്യും. പക്ഷേ ഈ അന്തം കമ്മികൾക്കാണ് ഇത്തരത്തിലുള്ള ഭയമുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സമരമുഖങ്ങളിൽ തന്നെ നോക്കൂ, കൂട്ടത്തോടു കൂടി വേട്ടപ്പട്ടികളെ പോലെ, വേട്ടപ്പട്ടികളെന്ന് പറയാൻ കഴിയില്ല, ഈ തെരുവ് പട്ടികളെ പോലെ ചാടി വീണിട്ടാണ് ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത്. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ചെയ്യുന്നതാണോ പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്യാനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചത്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോ തലയ്ക്ക് അല്പമെങ്കിലും വെളിവുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? അതാണ് പറയുന്നത്, ഇവന്മാർക്ക് വെളിവില്ല. പിന്നെ കണ്ടില്ലേ, ഇവിടെ കഴിഞ്ഞ സമരത്തിന് ബ്ലേഡ് കൊണ്ടുവന്ന് പോലീസിനെ ആക്രമിച്ചു. എന്നിട്ട് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് SFIക്കാർ തന്നെയാണ്. ഇതാണ് ഇവരുടെ ബുദ്ധി. അതുകൊണ്ട് ഈ ഭീഷണിയും കാര്യങ്ങളും ഒന്നും ഇനി വിലപ്പോവില്ല. അത് ഈ അന്തം കമ്മികൾ മനസ്സിലാക്കണം. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ ഈ ശൈലിയാണ് നിങ്ങളെ ജനങ്ങളെ കൊണ്ട് വെറുപ്പിക്കുന്നത്. അതിനിയെങ്കിലും മനസ്സിലാക്കണം. കാരണം നേതാക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. നേതാക്കൾക്ക് വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് മര്യാദ എന്താണെന്ന് പോലും അറിയില്ല. അവർക്കത് കേട്ടുകേൾവി പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ നിയമസഭയിൽ കണ്ടില്ലേ, എന്നും വാക്കൗട്ടും ആവശ്യമുള്ള കാര്യത്തിനും ഇല്ലാത്തതിനും എല്ലാം എണീറ്റ് നിന്നിട്ട് ഓരോ വിഡ്ഢിത്തരം പറയുകയാണ് വിജയൻ. അപ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ രീതി. വിജയനെയും ഗോവിന്ദനെയും ഒക്കെ കണ്ടാണ് ഈ പറയുന്ന വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ചെറുക്കന്മാർ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും ഫർസീൻ മജീദ് ഉൾപ്പെടെയുള്ളവരൊന്നും യാതൊരു ഭീഷണിക്കും ഭയപ്പെടേണ്ടതില്ല. പോലീസൊക്കെ ഇപ്പോൾ വളരെ ആക്റ്റീവാണ്. പിണറായി വിജയൻ്റെ കാലത്തെ പോലെയല്ല. നിർഭാഗ്യവശാൽ പിണറായി വിജയൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള എതിരാളികളെ ഒതുക്കാൻ പോലീസുകാരെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഭരണം മാറി, ആഭ്യന്തര മന്ത്രി മാറി. ഇപ്പോൾ പോലീസിൻ്റെ ഒരു നിലപാട് തന്നെ മാറി. ആർജവത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും ജോലി ചെയ്യാൻ നമ്മുടെ കേരളത്തിലെ പോലീസ് സേനയിലെ അംഗങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് അത് പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് ഇത്തരം ഭീഷണികളെ ഒന്നും വകവയ്ക്കേണ്ട കാര്യങ്ങളില്ല. എന്തായാലും ഈ പരാതി നിരന്തരം ഇത്തരത്തിലുള്ള ഭീഷണിയും മറ്റും ഉണ്ടാകുമ്പോൾ ആരും പരാതിപ്പെടാതിരിക്കുന്നതാണ് പ്രശ്നം. പരാതിപ്പെട്ടു കഴിഞ്ഞാൽ ഇവനൊക്കെ 1-2 കേസുകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവനൊക്കെ അങ്ങ് ഒതുങ്ങിപ്പോവും. ഇതാണ് ഇവരുടെ ഒരു ശൈലി. എന്തായാലും അന്തം കമ്മികൾ ഒരിക്കലും അവരുടെ ശൈലി മാറില്ല, അതുറപ്പാണ്.